നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നെഗറ്റീവ്സ് പറയുന്ന ഒരു ടീമുണ്ട്. നമ്മൾ എത്ര നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിലും അതിൽ ഒരു നന്മ, നമ്മൾ എന്ത് നന്മ ചെയ്താലും അതിൻ്റെ ഒരു നന്മ പറയാൻ ആരും ഉണ്ടാവില്ല. അതേ സമയത്ത് അതിന് നെഗറ്റീവ്സുകൾ പറഞ്ഞ് നമ്മളങ്ങനെ തളർത്താൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ അങ്ങനെ തളരാതിരിക്കാൻ നമുക്കൊരു കാരണം ഉണ്ടാവണം. ജയിക്കണം എന്നുള്ളതും നമുക്കൊരു ലക്ഷ്യം നമ്മളെ മുന്നിലുണ്ടാവണം. ആ ഒരു ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒരു പക്ഷേ ആരും ഉണ്ടാവില്ല. അതേ സമയത്ത് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലെത്തി, നമ്മളൊരു വിജയത്തിലെത്തിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് സാലറിയും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളെ കയ്യിൽ കുറച്ച് പവറും പണം ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കൂടെ ഒരുപാട് ആളുകളുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ. അപ്പം അത് യൂസ് ചെയ്യാൻ നമ്മളെ കൂടെ ഒരുപാട് ആളുകളുണ്ടാവും. അതേ സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മളെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ഒരു പക്ഷേ അവരൊക്കെ സഹായം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ്? അവരിൽ നിന്നൊക്കെ ഏറ്റിട്ടുള്ള, നമ്മളെ മനസ്സിലേറ്റിട്ടുള്ള മുറിവുകൾ, നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആ ഒരു മുറിവുകൾ നമ്മളെ ഹൃദയത്തിൽ കൊത്തിയിട്ടുണ്ടാവും. ആ ഒരു വാക്കുകളാവും ഒരു പക്ഷേ നമ്മളെ ആ ഒരു ഉയരങ്ങളിൽ എത്തിച്ചിട്ടുള്ളത്. നമ്മളെ ആ ഒരു പൊസിഷനിൽ എത്തിക്കാൻ ഒരു പക്ഷേ അവരെ വാക്കുകൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്കൊരു താങ്ക്സ് കൊടുക്കാം. കാരണം ഇത്തരം നെഗറ്റീവ്സുകൾ ആണ് എന്തുള്ളത് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ്സുകൾ കണ്ടിട്ട് നമ്മൾ വഴി മാറിപ്പോവരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒന്നാമത്തെ ഒരു ഉപദേശം. കാരണം നമ്മൾ ചെയ്യുന്നതിൽ സത്യമുണ്ടോ നീതിയുണ്ടോ എന്ന് നമുക്കൊരു കോൺഫിഡൻറ്റ് വേണം. ചെയ്യുന്നത് ശരിയാണ് എന്ന് നമ്മളെ മനസ്സിൽ നമ്മൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പോകാൻ പറയുക. അവർ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, നമ്മളെ ഒരുപാട് നെഗറ്റീവ്സുകൾ പറഞ്ഞിട്ടുണ്ടാവും, ഒരു രീതിയിലും നമ്മളെ ഹെൽപ്പ്, എന്തിനും നമ്മളെ വീട്ടുകാർ പോലും നമ്മളൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാലും നമുക്ക് ബോധ്യം ഉണ്ടാവണം നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വെച്ച കാല് ഒരിക്കലും പിന്നോട്ട് വെക്കരുത്. ആർക്ക് വേണ്ടിയിട്ട്? നമ്മളെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമൂഹത്തിന് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കാല് പിന്നോട്ട് വെച്ചിട്ടുള്ളത്? നമുക്ക് നമ്മളെ കോൺഫിഡൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക തന്നെ വേണം. നമ്മളെ കളിയാക്കിയിട്ടുള്ളവരോട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയ ആളുകളെ മുന്നിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഉന്നം വെച്ച് പോയ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ, അവർ ആ ഉയരത്തിൽ കയറി നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് നോക്കി അവരെ എല്ലാവരെയും നോക്കിയിട്ട് അഭിമാനത്തോട് കൂടിയിട്ട് തന്നെ പറയണം, ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയണം. നല്ലൊരു മെസ്സേജ് ആവട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ട്? അതിനുള്ള റിസൾട്ട് കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. നെഗറ്റീവ് കമൻസുകൾക്ക് സ്വാഗതം. എന്തായാലും കുറേ ആളുകൾ അത് വിടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ്സ് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക, എനർജി കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ ഒരു പവർ കിട്ടും കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നെഗറ്റീവ്സ് കാണുമ്പോൾ കുറച്ചും കൂടെ എൻ്റെ ഒരു ബ്ലഡിന് കുറച്ചും കൂടെ ഒരു പവർ കിട്ടും. അപ്പോൾ നമുക്ക് പറയാനുള്ള കുറച്ചും കൂടി ഒരു പവർ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കമൻസുകൾ, നെഗറ്റീവ്സ് എന്നല്ല, നിങ്ങളെ കമൻസുകൾ നിങ്ങൾ അറിയിക്കുക. നിങ്ങളെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് എന്നാണ് നിങ്ങൾക്ക് അതും അറിയിക്കുക. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും തീർച്ചയായും അങ്ങനത്തെ ഒരു വീഡിയോസും നിങ്ങൾക്ക് ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു.